ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു ഫീലിങ്സ്, ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഈ റീഡിങ്ങിൽ വരുന്ന സിറ്റുവേഷൻസ്, ക്ലൂസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി നിങ്ങൾ റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഫീലിങ്സ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ് എന്നാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 2 കാർഡുകൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള യഥാർത്ഥമായ ഫീലിങ്സ്, ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് എന്താണ്? ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. യെസ്, ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് എന്താണ്? ഓക്കെ, ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സ് എന്താണ്? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മാസ്റ്റർ കാർഡായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 10 ഓഫ് സോഡ്സ് ആണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് തടസ്സങ്ങളുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് നമുക്കിത് കാണാനായിട്ട് വരുന്നു. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കാം. സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും ഈ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്ന് തന്നെയാണ് നമുക്കിവിടെ വ്യക്തമാകുന്നത്. അതൊരു മെസ്സേജായിട്ട് നിങ്ങൾ എടുക്കുക. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു മാരേജ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫൊക്കെ ലീഡ് ചെയ്യണം എന്നീ വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു സ്പിരിച്വൽ വേ ചൂസ് ചെയ്യുന്നുണ്ടാകാം. മേ ബി നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ഏഞ്ചലിക് സപ്പോർട്ടുള്ള അത്രയും തന്നെ ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇത്. മേ ബി ഇനി നിങ്ങളായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇനി പുറത്തേക്ക് പോകാനോ മൂവ് ഓൺ ചെയ്ത് പോകണമെന്നോ നിർത്തിയിട്ട് പോകണമെന്നോ ഒക്കെ വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് പോസിബിൾ അല്ല എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഏതൊരു സാഹചര്യത്തിലൂടെ ആണെങ്കിലും നിങ്ങൾ ഈ വ്യക്തിയിലേക്ക് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിലൂടെ ഒഴുകിപ്പോയതിനു ശേഷം വീണ്ടും നിങ്ങൾ ഈ വ്യക്തിയിലേക്ക് തന്നെ എത്തിച്ചേരും എന്ന് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സത്യാവസ്ഥ. അതായത് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അതാണ്. കാരണം അത് നിങ്ങൾക്ക് പല പ്രാവശ്യം മനസ്സിലായിട്ടുണ്ടാകാം. എത്ര നിങ്ങൾ ശ്രമിച്ചിട്ടും ഈ വ്യക്തിയെ മറക്കാനോ ഈ വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ ഒന്നും നിങ്ങൾക്ക് മറക്കാനായിട്ട് കഴിയുന്നില്ല.
അതായത് നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയെ മറക്കാനായിട്ട് ശ്രമിക്കുന്നത്, ആ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ ഭയങ്കരമായ ഒരു ഫീലിങ്സും ഓർമ്മകളും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു. അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ആ ഒരു ഫീലിങ്സ് എപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളുടെ ഓർമ്മകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ കരുതിയിട്ടുണ്ടാകാം ആ വ്യക്തി നിങ്ങളെ മറന്നിട്ടുണ്ടാകാം, ആ വ്യക്തിയുടെ ലൈഫിൽ മറ്റൊരു പേഴ്സൺ ഉണ്ടാകാം എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുണ്ട്. പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസിൽ ആയിട്ടുണ്ടാകാം. പക്ഷേ എപ്പോഴും ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ട്, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത്രയും ഒരു ഏഞ്ചലിക്സ് പവറുള്ള ഒരു റിലേഷൻഷിപ്പാണ്. വളരെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളുടെ പ്രണയം അത്രയും ഒരു പ്രീഷ്യസ് ആയിട്ട് അവരുടെ ഉള്ളിൽ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ അവരുടെ മൈൻഡിൽ അത്രയും ഒരു സീക്രട്ടായിട്ട് ആ ഒരു പ്രണയം അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർക്കത് നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അവരെ മനസ്സിലാകുന്നില്ല, അവരുടെ സിറ്റുവേഷൻസ് നിങ്ങൾ അറിയുന്നില്ല, അവർ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു കുറവുമില്ലാതെ തന്നെ ആ നിങ്ങളോടുള്ള സ്നേഹമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടുള്ള ഒരു പ്രണയം അവർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല ആ വ്യക്തി ഉള്ളത്. ദാറ്റ് മീൻസ് അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ട് അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സാണ് ഉള്ളത്. നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള അത്രയും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സ്നേഹം നൽകണമെന്ന് ഈ വ്യക്തി വല്ലാതെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഒരു ഡിസ്റ്റൻസ് നിങ്ങളിൽ നിന്ന് അവർ കീപ്പ് ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കോണ്ടാക്റ്റ് നൽകാനോ അല്ലെങ്കിൽ ഒരു സ്നേഹം നൽകാനോ ആ വ്യക്തിക്ക് കഴിയില്ല. അപ്പോൾ നിങ്ങൾ വീണ്ടും വിഷമത്തിലാകും. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴൊരു ഡിസ്റ്റൻസ് ഈ വ്യക്തി കീപ്പ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ വ്യക്തി ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ വ്യക്തി ആഗ്രഹിക്കുന്നതും അത്രയും സ്ട്രോങ് ഫീലിങ്സ് ഉണ്ടാകുന്നതും നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്ന് ലൈഫ് മുന്നോട്ട് പോകണമെന്നുള്ളത് ഒരു കാര്യത്തിലാണ് ഈ വ്യക്തി ഉറച്ചു നിൽക്കുന്നത്. ഈ വ്യക്തിയിൽ നിന്ന് ഒരു മെസ്സേജ്, ഒരു കോള് വരാനായിട്ടുള്ള സാധ്യത നമുക്കിവിടെ കാണുന്നുണ്ട്. വളരെ കുറച്ച് പേർക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ്, ചിലപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കോൾ ആയിരിക്കാം. ഈ വ്യക്തി അതിനെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരുന്നതിനെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു കണ്ടിന്യൂറ്റി അവർക്ക് തരാനായിട്ട് കഴിയില്ല എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. അത്രയും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹചര്യം അവർ ഫേസ് ചെയ്യുന്നുണ്ടാകാം. അതുപോലെ മേ ബി അതൊരു ആ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് അതൊരു ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, അതായത് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, പ്രണയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണത്. അത്രയും മച്ചുവേർഡായിട്ട് ചിന്തിക്കുന്ന, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഇങ്ങനെയൊരു ഫീലിങ്സിൽ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ സംശയിക്കേണ്ടതല്ല, ഈ വ്യക്തിയുടെ പ്രണയത്തെ നിങ്ങൾ ഡൗട്ട് ചെയ്യേണ്ടതില്ല. ഈ വ്യക്തിയുടെ ഉള്ളിൽ അത്രയും തീവ്രമായിട്ടുള്ള ഒരു പ്രണയമുണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയിൽ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. അത് കാരണം നിങ്ങൾക്ക് വീണ്ടും ഒന്നിച്ചു ചേരാൻ കഴിയാതെ പോകും എന്ന് ഈ വ്യക്തി ഭയപ്പെടുന്നുണ്ടാകാം. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ നിൽക്കുന്നത്. മനസ്സുകൊണ്ട് എപ്പോഴും ആ ഒരു വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ഏത് സമയത്തും, എല്ലാ സമയത്തും ആ വ്യക്തി ഇങ്ങനെ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് രണ്ടുമൂന്ന് ക്ലാരിഫിക്കേഷൻ കാർഡുകൾ കൂടി എടുത്ത് നോക്കാം. ക്ലാരിഫിക്കേഷൻ ഫോർ ഈ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കിങ് ഓഫ് സോർഡ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത്
ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും ആ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് പോലും ആ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ സാമീപ്യം ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ അരികിലുണ്ട് എന്ന് എനിക്ക് വ്യക്തമാവുന്നുണ്ട്. കാരണം അത് അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും അവരുടെ ഒരു ഫീലിങ്സ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രയും ഒരു ട്രൂ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് അവരുടെ മനസ്സിലുള്ളത്. പക്ഷേ അവർക്കറിയാം ഈ ഒരു സമയത്ത് ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ചൊരു ലൈഫ് മുന്നോട്ട് പോകുന്നതിന് അത്രയും അധികമായിട്ടുള്ള തടസ്സങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വളരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. True feelings of your person. True feelings of your person. ഓക്കെ. യെസ്, നിങ്ങളും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അത്രയധികമാണ്. സാഹചര്യങ്ങളാണ് അവരെ ആ ഒരു ചുറ്റുപാടുകളിലൂടെ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ മുന്നിൽ. ഒരു മുഖം മൂടിയാണ് അവരിങ്ങനെ നിൽക്കേണ്ട അവസ്ഥയാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മുന്നിലൊരു മുഖം മൂടി അണിഞ്ഞ് നിൽക്കുകയാണ് ഈ വ്യക്തി. അവരുടെ യഥാർത്ഥമായ ഫീലിങ്സ് ഒന്നും നിങ്ങളെ അറിയിക്കുന്നില്ല ഈ വ്യക്തി. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അവരുടെ ഒരു സിറ്റുവേഷൻ അറിയാമായിരിക്കാം. നിങ്ങളറിയാതെ വളരെ സീക്രട്ടായിട്ട് തന്നെ ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവരുടെ ഒരു പ്രണയം മനസ്സിലാക്കുന്നില്ല. അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മേ ബി അവരതെല്ലാം ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാകാം നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നത് എന്ന് ഇവിടെ കാണുന്നു. ഓക്കെ. ക്യൂർ ഓഫ് പെൻറ്റക്കിൾസ്. യൂണിവേഴ്സായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു സെപ്പറേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു യൂണിവേഴ്സൽ പ്ലാൻ ആണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അത്രയും പ്രീഷ്യസ് ആയിട്ട് ഒരു വ്യക്തിയുടെ മനസ്സിൽ പ്രണയമുണ്ട്. എത്രത്തോളം നിങ്ങൾ ആ വ്യക്തിയെ പ്രണയിക്കുന്നോ അത്രത്തോളം ആ വ്യക്തി നിങ്ങളെയും പ്രണയിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെക്കുറിച്ച് അമിതമായ ചിന്തകൾ ആ വ്യക്തിയിലുണ്ട്, ഉത്കണ്ഠയുണ്ട് ആ വ്യക്തിക്ക്. വളരെയധികം ടെൻഷനിലാണ് ആ വ്യക്തി. അപ്പോൾ ലൈഫിലൊരു മാറ്റം സംഭവിക്കണം എന്ന് ഈ വ്യക്തി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ഒരു ഡിവൈൻ സമയം എത്താതെ അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ക്യൂൻ ഓഫ് വാൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് റിവേഴ്സാണ് ക്യൂൻ ഓഫ് വാൻസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. സാഹചര്യങ്ങൾക്കൊത്ത് മുന്നോട്ട് പോകാൻ ആ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങളോട് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് ചേഞ്ച് ആയിക്കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നു ചേരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഓക്കെ. ക്യൂൻ ഓഫ് കപ്സ്. യെസ്, അത്രയും ഒരു ആൻഷ്യസ് ആണ് ആ വ്യക്തി, അല്ലെങ്കിൽ ടെൻസ്ഡ് ആണ് ആ വ്യക്തി. ഈ വ്യക്തി എന്ന് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുക. പക്ഷെ പുറമേ കാണുമ്പോൾ അവർ വലിയ ഹാപ്പി ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും. പക്ഷെ വളരെ ടെൻസ്ഡ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. ടെംപ്രസ് കാർഡ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇവിടെ ഒത്തിരി പേർക്ക് വളരെയധികം സംശയങ്ങളുണ്ടായിരുന്നു. ഈ വ്യക്തി യഥാർത്ഥമായിട്ടാണോ നിങ്ങളെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചുണ്ടാകാം. അപ്പോൾ അനുയോജ്യമായൊരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ. ഉറപ്പായിട്ടും ആ വ്യക്തി ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് നമുക്കിവിടെ. നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹം അവർക്കുണ്ട് എന്ന്, പ്രണയം അവർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അവർക്ക് വേറെ യഥാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ നിങ്ങളിലേക്ക് വരും, ഒരു മാറ്റം സംഭവിക്കും. ഒരു ഡിവൈൻ ടൈമിൽ അവർ നിങ്ങളെ തേടി വരും, തിരികെ നിങ്ങളിൽ എത്തുക തന്നെ ചെയ്യും അവർ എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു കാർഡ് കൂടി എടുക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ. നൈറ്റ് ഓഫ്, അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്നേഹമാണ് നിങ്ങളോട് അവർക്കുള്ളത്. എന്തായാലും നിങ്ങളുടെ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് അവർ നിങ്ങളിലേക്ക് തിരികെ എത്തിച്ചേരും എന്ന് നിങ്ങൾ അറിയുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഓഫ് യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ. Soul messages of your person. Soul messages of your person. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത്? ഓക്കെ. Soul messages of your person. ഓക്കെ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്?
ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ. യെസ്, നിങ്ങളെ അവർ വല്ലാതെ മിസ് ചെയ്യുകയാണ് എന്ന് പറയുന്നു. ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ. നിങ്ങൾ അതായത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ അരികിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് അവരിപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. ഐ മിസ് യു, ഐ മിസ് യു, ഐ മിസ് യു. യെസ്, വളരെ മിസ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ ഫീൽ കിട്ടുന്നുണ്ട്. ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. യെസ്, ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ മിസ് യു വെരി ബാഡ്ലി. യെസ്, വീണ്ടും വളരെയധികം മിസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്ന സോൾ മെസ്സേജസ് എല്ലാം തന്നെ. ദ ഡേ ഐ മെറ്റ് യു മൈ ലൈഫ് ചേഞ്ച്ഡ്. യെസ്, ഏത് ദിവസമാണോ നിങ്ങളെ കണ്ടത് ആ ദിവസം മുതൽ അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. ലവ് മീ, ദാറ്റ്സ് ഓൾ ഐ ആസ്ക് ഓഫ് യു. യെസ്, എന്നെ സ്നേഹിക്കൂ, അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം എന്നാണ് അവർ പറയുന്നത്. ഐ എം നോട്ട് ദ ബെസ്റ്റ് ബട്ട് ഐ വിൽ ലവ് യു വിത്ത് ഓൾ മൈ ഹാർട്ട്. ഞാൻ ഒരിക്കലും ഒരു ബെസ്റ്റായിട്ടുള്ള ഏറ്റവും നല്ലൊരാളാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഐ വിൽ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, വിത്ത് ഓൾ മൈ ഹാർട്ട്, എൻ്റെ മുഴുവൻ ഹൃദയത്തോടും കൂടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന വ്യക്തി പറയുകയാണ്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ്. യെസ്, ഇപ്പോഴും ഞാൻ എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട് ആ ഒരു ദിവസം, നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ ആ ഒരു ദിവസം എൻ്റെ ഓർമ്മയിലുണ്ട്. യെസ്, ഐ മിസ് യുവർ പ്രസൻസ്. നിങ്ങൾ പ്രസൻസ് മിസ് ചെയ്യുന്നു അവരെന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടും ഈ വ്യക്തിക്ക് ഒരു മിസ് ഫീല് ഉള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സോൾ മെസ്സേജസ്. നമുക്കിനി കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് വൈറ്റാണ്. വൈറ്റ് കളറ് ഇഷ്ടം, നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വൈറ്റ് കളർ വല്ലാതെ ഇഷ്ടം തോന്നുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്കോ ഇഷ്ടപ്പെടുന്ന ഒരു ആയിരിക്കാം വൈറ്റ് കളർ എന്ന് പറയുന്നത്. 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. നെയിൽ പോളിഷ് ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. ചില ആളുകൾക്ക് നെയിൽ പോളിഷിന് സ്മെല്ല് ഇഷ്ടമുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നെയിൽ പോളിഷ് ഇടുന്നത് ഇഷ്ടമുള്ളവരുണ്ട്, കളറ് ക്രേസ് ഉള്ളവരുണ്ട് നെയിൽ പോളിഷിനോട്. 25 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കാം നിങ്ങളുടെ വ്യക്തിയോ നിങ്ങളോ. 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ സെൻസിറ്റീവ്, നിങ്ങളുടെ പേഴ്സൺ വളരെ സെൻസിറ്റീവായ ചെറിയ കാര്യങ്ങൾക്ക് ഒരു ഭയങ്കര സെൻസിറ്റീവ് ആവുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ. നേച്ചറിനെ ഒത്തിരി അധികം ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം, പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം, പച്ചപ്പ് ഇഷ്ടപ്പെടുന്നതായിരിക്കാം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനും കാണാനും ഒക്കെ ഒത്തിരി ആഗ്രഹമുള്ള വ്യക്തികളായിരിക്കാം. 1999 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടിയിട്ടുണ്ട്. 2 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. യെസ്, പോസിബിൾ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചോദിച്ചത് ആ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന കാര്യമായിരിക്കാം. എന്തൊരു ആഗ്രഹമാണോ നിങ്ങൾ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലുണ്ടായത് ആ ഒരു ആഗ്രഹം യെസ് പോസിബിൾ ആണ്, നടക്കും എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ക്രേസ് ഓൺ വെഹിക്കിൾസ്. യെസ്, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ചിലപ്പോൾ വെഹിക്കിൾസ്, വണ്ടികളോട് ഭയങ്കര ക്രേസ് ഉള്ളതായിരിക്കാം കാണുന്നു. ജൂലൈ മന്ത് എന്നൊരു ജൂലൈ മന്ത്, അപ്പോൾ പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ജൂലൈ മന്തിലേക്ക് ഒരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. യെസ്, നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ലവബിൾ ആയിട്ടുള്ളൊരു പേഴ്സണാണ് എന്ന് നമുക്ക് കാണുന്നു. ഓഗസ്റ്റ് മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 34 എന്ന് പറയുന്ന ഒരു ലെറ്റർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 48 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1994 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എൽ എന്ന് പറയുന്ന ഒരു ലെറ്റർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്പർ 8 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ്. ഇപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം. ലെറ്റർ ഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1987 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ പരിചയപ്പെട്ടതോ, അല്ലെങ്കിൽ അവരുമായിട്ട് സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ പരിചയപ്പെട്ട വ്യക്തികളാകാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം ലാസ്റ്റ് നിങ്ങൾ സംസാരിച്ച് പിരിഞ്ഞിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ ആയിട്ട് നല്ല ബന്ധമുള്ള ആളുകളാണ്. 23 എന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്.
ഫോട്ടോഗ്രാഫി ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. ഫോട്ടോഗ്രാഫി പരമായി ജോലി ചെയ്യുന്നവരായിരിക്കാം. 2000 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ബേക്കറി സംബന്ധമായ ബേക്കിംഗ് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളോ അല്ലെങ്കിൽ ബേക്ക് ചെയ്ത കേക്കുകൾ കഴിക്കാൻ ഇഷ്ടമുള്ളവരോ ഒക്കെ ആകാം. ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ R നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ 22 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്ലൂസ്. അപ്പോൾ ഈ ഒരു ക്ലൂസ് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആരെങ്കിലുമായിട്ടൊക്കെ ആയിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ആരെങ്കിലുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.